ഒരു ചോദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. ഒരു ചോദ്യം പലിശയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. വലിയ പരിഗണന കൊടുത്തുകൊണ്ടാണ് നമ്മൾ അത്തരം വിഷയങ്ങൾക്ക് ഇവിടെ ക്ലാസ് പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റിനും അത്ര തന്നെ പ്രാധാന്യം, അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഉണ്ടെങ്കിൽ പോലും മുകളിൽ കിടക്കുന്ന രണ്ട് സംഖ്യകൾ ഉണ്ടല്ലോ, ആ മുകളിൽ കിടക്കുന്ന രണ്ട് സംഖ്യകളുടെ കൂടെ ഒരു എക്സ് 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 ചുമ്മാ അങ്ങ് എഴുതണം. എല്ലാവർക്കും നമസ്കാരം. CC ബാങ്ക് എക്സാം ചാനലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നമ്മൾ പതിയെ കടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ CSEB ക്ലർക്ക് കാഷ്യർ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലൈവായിട്ട് നിൽക്കുന്നു. നമ്മൾ ഓരോരുത്തരും പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് പഠനത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നേരിട്ട് അധ്യാപകരോട് ചോദിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. നിങ്ങളുടെ കുറേ നാളുകൊണ്ടേ ഉള്ള സഹകരണ ബാങ്കിലേക്കുള്ള ജോലി എന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാനുള്ള മറ്റൊരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അവസരങ്ങൾ എപ്പോഴും നമ്മളെ തേടി എത്തത്തില്ല. അവസരങ്ങളെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രം പറഞ്ഞുകൊണ്ട് അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ തട്ടിത്തെറിപ്പിക്കാതെ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ ആ ഒരു എയിം അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം അത് യാഥാർത്ഥ്യമാക്കി എടുക്കുവാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക എന്നുള്ള കാര്യം ആദ്യമേ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് മാത്സിനകത്ത് 10 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? ആ 10 ചോദ്യങ്ങളിലെ എല്ലാ തവണയും ഒരു ചോദ്യം ചോദിക്കുന്നത് എപ്പോഴും ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. ഒരു ചോദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. ഒരു ചോദ്യം പലിശയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. ഒരു ചോദ്യം ടൈം ആൻഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. ഒരു ചോദ്യം നമ്പേഴ്സ് അല്ലെങ്കിൽ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. ഒരു ചോദ്യം പെർസെൻറ്റേജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. അങ്ങനെ മാത്സിനകത്തെ ചോദ്യങ്ങൾ നമ്മൾക്ക് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് മുമ്പിൽ വരാറുള്ളൂ എന്നുള്ള കാര്യം കൂടെ ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. മക്കളെ, ചോദ്യം ഇതാണ്. 72 km/h വേഗതയിൽ പോകുന്ന ഒരു ട്രെയിൻ ഒരു ബിന്ദുവിനെ 10 സെക്കൻഡ് കൊണ്ട് കടന്നു പോകുന്നുവെങ്കിൽ ട്രെയിനിന്റെ നീളം എത്രയാണെന്നാണ് ചോദ്യം. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മൊത്തത്തിലെ 4 ടൈപ്പ് ചോദ്യങ്ങളാണ് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 4 ടൈപ്പ് ചോദ്യങ്ങളാണ്. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആ 4 ടൈപ്പ് ചോദ്യങ്ങൾ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, അതിൻ്റെ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അതേപോലെ 5ാമതായിട്ട് നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത കൂടിയുണ്ട്. ആ 5 കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുമ്പോൾ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇവിടുന്ന് തന്നെ 1 മാർക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് നേരെ പോകാം. മക്കളെ, ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ഏത് ചോദ്യം പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും സ്പീഡിന്റെ കൺവേർഷൻ നമ്മൾ പഠിക്കാറുണ്ടല്ലേ? സ്പീഡിന്റെ കൺവേർഷൻ പഠിക്കാറുണ്ട്. ആ സ്പീഡിന്റെ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം km/h ഒരെണ്ണം m/s ആണല്ലേ? എടാ കുഞ്ഞുങ്ങളെ, km/h m/s ആക്കണമെങ്കിൽ, km/h m/s ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ്. km/h m/s ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക. എഴുതിയെടുക്കണം. km/h m/s ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക. തിരിച്ച് m/s km/h ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക എന്നുള്ള കാര്യം രണ്ടാമതായിട്ട് ഓർത്തിരിക്കുക. 2 കാര്യങ്ങൾ ക്ലിയർ ആയി. km/h m/s ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക. m/s km/h ആക്കണമെങ്കിൽ
18/5 കൊണ്ട് ഗുണിക്കുക. ഇനി നമ്മുടെ ട്രെയിൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ലംബമായിട്ട് നിൽക്കുന്ന വസ്തുക്കളെ മറികടക്കാറുണ്ട്, സ്റ്റഡിയായിട്ട് നിൽക്കുന്ന വസ്തുക്കളെ മറികടക്കാറുണ്ട്. സ്റ്റഡിയായിട്ട് നിൽക്കുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒരു ഇലക്ട്രിക് പോസ്റ്റ് കണ്ടോ, ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ മറികടന്നു. എടാ കുഞ്ഞുങ്ങളെ, ഒരു ടെലിഫോൺ പോസ്റ്റിനെ മറികടന്നു, ഒരു മരം മറികടന്നു, ഒരു മരം ട്രീ, ഒരു മനുഷ്യനെ മറികടന്നു, ഒരു ബിന്ദുവിനെ മറികടന്നു. ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ കേൾക്കും. ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, മരം, മനുഷ്യൻ, ബിന്ദു. ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, മരം, മനുഷ്യൻ, ബിന്ദു. ഇത്തരം സാധനങ്ങളെ മറികടന്നു അല്ലെങ്കിൽ മറികടക്കണം എന്നാണ് പറയുന്നതെങ്കിൽ മക്കളെ ട്രെയിനിന്റെ ഇക്വേഷൻ ഇതാണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം. ഇതാണ് ഇക്വേഷൻ. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ എല്ലാവർക്കും സെറ്റായോ? എന്താണ് നമ്മൾ എന്താ പറഞ്ഞത്? ലംബമായിട്ട് നിൽക്കുന്ന വസ്തുക്കളെ മറികടക്കുന്ന ചോദ്യങ്ങൾ. ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, മരം, മനുഷ്യൻ, ബിന്ദു. ഇത്തരം സാധനങ്ങളെ മറികടന്നു അല്ലെങ്കിൽ മറികടക്കണം എന്നാണ് പറയുന്നതെങ്കിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയമാണ് ഇക്വേഷൻ. സെറ്റായി. രണ്ടാമത്തെ സാധനം, അതായത് തിരശ്ചീനമായിട്ട് കിടക്കുന്ന വസ്തുക്കൾ. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഒരു പാലം മറികടന്നു, ഒരു പ്ലാറ്റ്ഫോം മറികടന്നു. പാലം, പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഒരു തുരങ്കം, ടണൽ, അല്ലെങ്കിൽ ഒരു കൃഷിപ്പുരയിടം മറികടന്നു, അല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ. ഒന്നും കൂടെ പറയാം. പാലം, പ്ലാറ്റ്ഫോം, തുരങ്കം, കൃഷിപ്പുരയിടം, നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ. പാലം, പ്ലാറ്റ്ഫോം, തുരങ്കം, കൃഷിപ്പുരയിടം, നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ. ഇത്തരം സാധനങ്ങളെ മറികടന്നു അല്ലെങ്കിൽ മറികടക്കണം എന്നാണ് പറയുന്നതെങ്കിൽ കുഞ്ഞുങ്ങളെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം പ്ലസ് അവരെന്താണോ തരുന്നത് അതിന്റെ നീളം കൂടെ കൂട്ടുക ഡിവൈഡഡ് ബൈ സമയം ആണ് ഇക്വേഷൻ. ഇതാണ് ഇക്വേഷൻ. അതായത് അവർ പാലം തന്നാൽ പാലത്തിന്റെ നീളം കൂട്ടുക, പ്ലാറ്റ്ഫോം തന്നാൽ പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടുക, തുരങ്കമാണ് തരുന്നതെങ്കിൽ തുരങ്കത്തിന്റെ നീളം കൂട്ടുക, ഡിവൈഡഡ് ബൈ സമയമാണ് ഇക്വേഷൻ. അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് പറഞ്ഞു മനസ്സിലാക്കി. ഇനി മൂന്നാമത്തെ ചോദ്യം, രണ്ട് ട്രെയിനുകൾ എതിർ ദിശകളിൽ സഞ്ചരിക്കുന്നു. എന്താണ്ടേ, ഒരെണ്ണം ഇങ്ങോട്ട്, ഒരെണ്ണം അങ്ങോട്ട്. അങ്ങനെ രണ്ട് ട്രെയിനുകൾ എതിർ ദിശകളിൽ സഞ്ചരിക്കുന്ന ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ ഒന്നാമത്തെ ട്രെയിനിന്റെ സ്പീഡ് S1 ആണ്, ട്രെയിനിന്റെ നീളം L1 ആണ്. രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡ് S2 ആണ്, ട്രെയിനിന്റെ നീളം L2 ആണ്. അങ്ങനെ രണ്ട് ട്രെയിനുകൾ എതിർ ദിശകളിൽ സഞ്ചരിക്കുന്നു എന്ന് കേട്ടാൽ മനസ്സിൽ വരേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ദാണ്ട് എഴുതിയെടുത്തു. S1 plus S2 is equal to L1 plus L2 divided by സമയം. ഇതാണ് ഇക്വേഷൻ. രണ്ട് ട്രെയിനുകൾ എതിർ ദിശകളിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നു എന്ന് കേട്ടാൽ സ്പീഡ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ S1 plus S2 is equal to L1 plus L2 divided by ടൈം ആണ് ഇക്വേഷൻ. അവസാനമായിട്ട് രണ്ട് ട്രെയിനുകൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു എന്ന് കേട്ടു. ഒന്നാമത്തെ ട്രെയിനിന്റെ സ്പീഡ് S1, രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡ് S2, ഒന്നാമത്തെ ട്രെയിനിന്റെ നീളം L1, രണ്ടാമത്തെ ട്രെയിനിന്റെ നീളം L2. അങ്ങനെ രണ്ട് ട്രെയിനുകൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഇക്വേഷൻ S1 minus S2 is equal to L1 plus L2 divided by ടൈം അല്ലെങ്കിൽ സമയമാണ് ഇക്വേഷൻ. ഇങ്ങനെ
4 ഇക്വേഷൻസ് ആണ് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കേണ്ടത്. ക്ലിയർ ആയോ നോക്കിക്കേ. ഒന്നാമത്തേന്ന് പറഞ്ഞാല് ലംബമായിട്ട് നിൽക്കുന്ന വസ്തുക്കളെ മറികടന്നു അല്ലെങ്കിൽ മറികടക്കണം എന്നാണ് പറയുന്നതെങ്കിൽ സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം. തിരശ്ചീനമായിട്ട് കിടക്കുന്ന വസ്തുക്കൾ, പാലം, പ്ലാറ്റ്ഫോം, തുരങ്കം, കൃഷിപ്പുരയിടം, നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ, ഇത്തരം സാധനങ്ങളെ മറികടന്നു അല്ലെങ്കിൽ മറികടക്കണം എന്നാണ് പറയുന്നതെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ ഇക്വേഷൻ സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം പ്ലസ് അവരെന്താണോ തരുന്നത് അതിന്റെ നീളം കൂടെ കൂട്ടുക ഡിവൈഡഡ് ബൈ സമയം. 2 ട്രെയിനുകൾ എതിർദിശകളിൽ സഞ്ചരിക്കുന്നു എന്ന് കേട്ടാൽ S1 പ്ലസ് S2 ഇസ് ഈക്വൽ ടു L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ ടൈം. 2 ട്രെയിനുകൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു എന്ന് കേട്ടാൽ S1 മൈനസ് S2 ഇസ് ഈക്വൽ ടു L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ ടൈം. ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് ഒരു ബുക്കിനകത്ത് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മക്കളെ 72 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകുന്ന ഒരു ട്രെയിൻ ഒരു ബിന്ദുവിനെ, നോട്ട് ദ പോയിന്റ്, ഒരു ബിന്ദുവിനെ മറികടന്നു, അല്ലെങ്കിൽ ഒരു ടെലിഫോൺ പോസ്റ്റിനെ മറികടന്നു, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ മറികടന്നു. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനിന്റെ നീളം എത്ര എന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും ഇക്വേഷൻ ടൈപ്പ് 1 ആയതുകൊണ്ട് സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയമാണ് ഇക്വേഷൻ. സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയമാണ് ഇക്വേഷൻ. സ്പീഡ് ചോദ്യകർത്താവ് തന്നിട്ടുണ്ട് 72 കിലോമീറ്റർ പെർ അവർ ആണ്. എടാ സ്പീഡ് 72 കിലോമീറ്റർ പെർ അവർ ആണ് അല്ലേ? 72 കിലോമീറ്റർ പെർ അവർ. ട്രെയിനിന്റെ നീളം കണ്ടുപിടിക്കാൻ ചോദിച്ചു. സമയം തന്നിരിക്കുന്നത് 10 സെക്കൻഡ് ആണ്. സമയം സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉറപ്പായിട്ടും ദാണ്ടെ നീളം കിടക്കുന്നത് മീറ്ററിലുമാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ സ്പീഡ് കിലോമീറ്റർ പെർ അവർ ഉണ്ടല്ലോ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 72 ആയിരുന്നു, അതിനെ 5/18 കൊണ്ട് ഗുണിച്ചാല് ആ സ്പീഡ് ഉണ്ടല്ലോ കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. ഇനി ട്രെയിനിന്റെ നീളം നമുക്കറിയില്ല, നമ്മൾ അതുപോലെ അങ്ങ് എഴുതി വെച്ചു. ട്രെയിനിന്റെ നീളം അറിയില്ല, അതുപോലെ എഴുതി വെച്ചു. ഡിവൈഡഡ് ബൈ സമയം എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആണ്, അതുപോലെ 10 അങ്ങ് എഴുതി വെച്ചു. കണ്ടോ? ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം മക്കളെ, 18ന്റെ 4ാമത്തെ മൾട്ടിപ്പിൾ ആണ് 72. 18 4 72. 18 4 72. 18 4 72. ഇനി ഒന്നുമില്ല, ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്ക്. ട്രെയിനിന്റെ നീളം ഇൻറ്റു 1, ദാറ്റ് ഈസ് ട്രെയിനിന്റെ നീളം ഈസ് ഈക്വൽ ടു 4 5 കൂടെ ഗുണിച്ചാൽ 20. എടാ 20 10 കൂടെ ഗുണിച്ചാൽ 200. ഓപ്ഷൻ സി ഈസ് യുവർ ഫൈനൽ ആൻസർ. സെറ്റ്. ഇത്രേ ഉള്ളൂ പരിപാടി. എല്ലാവർക്കും മനസ്സിലായെന്ന് നോക്കിക്കേ. ടൈപ്പ് 1 ചോദ്യമാണെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷൻ, ടൈപ്പ് 2 ആണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ, ടൈപ്പ് 3 ടൈപ്പ് 4. എപ്പോഴും ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക, 5/18 കൊണ്ട് ഗുണിക്കുക എന്ന് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പിക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഉറപ്പായിട്ടും ട്രെയിൻ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതാണ്ടേ ഒരു ചോദ്യം കൂടെ വേണമെങ്കിൽ ഇട്ടേക്കാം. ഇതാണ്ടേ 220 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് 30 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ 80 മീറ്റർ നീളമുള്ള ഒരു പാലം മറികടക്കാൻ എടുക്കുന്ന സമയം എത്ര? രണ്ടാമത്തെ ടൈപ്പാ. കാരണം എന്താ? പാലമായതുകൊണ്ട് അത് രണ്ടാമത്തെ ടൈപ്പാണ്. പാലം അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം, തുരങ്കം, കൃഷിപ്പുരയിടം എല്ലാം രണ്ടാമത്തെ ടൈപ്പ് ആയതുകൊണ്ട് ഇക്വേഷൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം പ്ലസ് പാലത്തിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയമാണ് ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ചോദ്യകർത്താവ് സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് 30 കിലോമീറ്റർ പെർ അവർ ആണ്, 30 കിലോമീറ്റർ പെർ അവർ. മക്കളെ സ്പീഡ് 30 കിലോമീറ്റർ പെർ അവർ.
എടാ കുഞ്ഞുങ്ങളെ 30 കിലോമീറ്റർ പെർ അവർ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചു. ഇടതുവശം ക്ലിയർ ആയി. വലതുവശം ട്രെയിനിന്റെ നീളവും പാലത്തിന്റെ നീളവും കൂടെ കൂട്ടണം. ട്രെയിനിന്റെ നീളം 220 മീറ്റർ, പാലത്തിന്റെ നീളം 80 മീറ്റർ ആണ്. രണ്ടും കൂടെ കൂട്ടിയാൽ 220ഉം 80ഉം കൂടെ കൂട്ടിയാൽ 300 വരും, 300 വരും, 300 വരും, 300 വരും. ഡിവൈഡഡ് ബൈ സമയം. സമയം അതുപോലെ തന്നെ എഴുതി വെച്ചു. എടാ പിള്ളേരെ, ഈ കിടക്കുന്ന 30ഉം ഈ കിടക്കുന്ന 30ഉം കൂടെ കളയാം അല്ലേ? ഇവിടെ കിടക്കുന്ന 30ഉം അവിടെ കിടക്കുന്ന 30ഉം കൂടെ വെട്ടിക്കളയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം അവിടെ കിടക്കുന്നവൻ ഇപ്പുറത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഹരണമായിട്ട് മാറും. അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്നവൻ അപ്പുറത്ത് പോയാൽ ഹരണമാവും. അപ്പൊ അതുകൊണ്ട് വെട്ടുന്നത് തെറ്റില്ല. അപ്പൊ അവിടെ 1-0 എന്ന് വരും. കാരണം ഒരു 30 30 0, അവസാനത്തെ 0 മേപ്പോട്ട് കയറ്റി എഴുതി. എടാ 5ഉം 10ഉം കൂടെ വെട്ടി I2 10 2 വരും. I2 10 I2 10 2 വരും. ഇനിയൊന്നും വെട്ടാനില്ല. ക്രോസ് ആയിട്ട് ഗുണിക്കുക. 1 ഇൻറ്റു സമയം, തരി സമയം ഈസ് ഈക്വൽ ടു 18ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 18 2 36, ഉത്തരം 36 സെക്കൻഡ്. അതായത് ഓപ്ഷൻ ഡി ആയിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ ടൈപ്പ് 2, ചിലപ്പോൾ ടൈപ്പ് 3 അല്ലെങ്കിൽ ടൈപ്പ് 4 ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. മനസ്സിലാക്കി പഠിച്ചു വെച്ചോണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുന്നു. വയസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ദേണ്ടേ 9 വർഷം മുമ്പ് 9 years ago ആതിര വാസ് 5 times that of അമ്മൂസ് ഏജ്. 9 വർഷം മുമ്പ് ആതിരയുടെ വയസ്സ് അമ്മുവിന്റെ വയസ്സിന്റെ 5 മടങ്ങായിരുന്നു. ആഫ്റ്റർ 9 years 9 വർഷത്തിന് ശേഷം ആതിരയുടെ വയസ്സ് അമ്മുവിന്റെ വയസ്സിന്റെ ഡബിൾ ആണ്, ട്വൈസ് ആണ്, ഇരട്ടിയാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ ആതിരയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര, ആതിരയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. ഇത്തരം ചോദ്യങ്ങൾ 5 മടങ്ങ്, 4 മടങ്ങ്, 3 മടങ്ങ്, ട്വൈസ്, ത്രൈസ്, 5 times, 8 times ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഉണ്ടല്ലോ. ആ ആൾക്കാർ ആരൊക്കെയാ? ആതിരയുണ്ട്, അമ്മു ഉണ്ട്. അതാണ് ഇങ്ങനെ അങ്ങോട്ട് എഴുതി വെക്കണം. ആതിര, അമ്മു വെറുതെ അങ്ങ് എഴുതണം. കാലങ്ങള് ഒരെണ്ണം 9 വർഷം മുമ്പ്, ഒരെണ്ണം 9 വർഷം മുമ്പാണ്. അടുത്തത് 9 വർഷത്തിന് ശേഷമാണ്. ഇങ്ങനെ 2 കാലഘട്ടങ്ങളാണുള്ളത്. ഒരെണ്ണം 9 വർഷം മുമ്പും ഒരെണ്ണം 9 വർഷത്തിന് ശേഷവും. ഇങ്ങനെ 2 കാലഘട്ടങ്ങളാണുള്ളത്. എന്നിട്ട് 9 വർഷം മുമ്പ് ആതിരയുടെ വയസ്സ് അമ്മുവിന്റെ 5 മടങ്ങായിരുന്നു അല്ലേ പറയുന്നത്? എടാ 5 മടങ്ങെന്ന് പറയുമ്പോഴേ മനസ്സുകൊണ്ട് ആലോചിച്ചോണം. അമ്മുവിന്റെ വയസ്സ് 1 ആണെങ്കിൽ ആതിരയുടേത് 5 ആണെന്ന് ഓർത്തിരിക്കണം അല്ലേ? 5 മടങ്ങെന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ 5, 7 മടങ്ങെന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ 7, ഡബിൾ എന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ 2, 4 മടങ്ങെന്ന് പറഞ്ഞാൽ 4 times എന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ 4. ഓക്കെ, ഇതണ്ടേ 9 വർഷത്തിന് ശേഷം ഡബിൾ അല്ലെങ്കിൽ ട്വൈസ് 1 ആണെങ്കിൽ 2 ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി, എപ്പോഴും ചെയ്യേണ്ട പരിപാടി, മുകളിൽ കിടക്കുന്ന 2 സംഖ്യകളുണ്ടല്ലോ, അവന്മാരുടെ കൂടെ എപ്പോഴും നിങ്ങൾ എക്സ് എന്ന് എഴുതി വെക്കണം. എപ്പോഴും ഇങ്ങനെ 4 സംഖ്യകൾ വന്നു കഴിയുമ്പോൾ മുകളിൽ കിടക്കുന്ന 2 സംഖ്യകൾ ഉണ്ടല്ലോ, ആ മുകളിൽ കിടക്കുന്ന 2 സംഖ്യകളുടെ കൂടെ ഒരു എക്സ് 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 ചുമ്മാ അങ്ങ് എഴുതണം എപ്പോഴും. എന്നിട്ട് ആ എക്സ് കണ്ടുപിടിക്കാനുള്ള വഴിയാണ് പറഞ്ഞു തരാൻ പോകുന്നതാണ്ടേ. അതാണ്ട് ഇങ്ങോട്ട് നോക്കിയേ. എക്സ് ഇസ് ഈക്വൽ ടു ഇടതുവശത്ത് കിടക്കുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടണം. ഇടതുവശത്ത് കിടക്കുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടുക. 9ഉം 9ഉം കൂടെ കൂട്ടിയാൽ 18. എന്തോ ഞാൻ പറഞ്ഞത്? ഇടതുവശത്ത് കിടക്കുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടുക. എന്നിട്ട് താഴെയുള്ള 2 സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക. 2ൽ നിന്ന് 1 കുറച്ചാൽ എത്ര? 1. 2ൽ നിന്ന് 1 കുറച്ചാൽ 1. 1 ഡിവൈഡഡ് ബൈ ക്രോസ് ആയിട്ട് ഗുണിക്കുക, കുറയ്ക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കുക, കുറയ്ക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കുക, കുറയ്ക്കുക. 5 1 കൂടെ ഗുണിച്ചാൽ 5, 2 1 കൂടെ ഗുണിച്ചാൽ 2. മക്കളെ ക്രോസ് ആയിട്ട് ഗുണിച്ചിട്ട് കുറയ്ക്കണം, 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 കുറയ്ക്കണം. അപ്പോൾ 5 × 1 5, 2 × 1 2. 5 ൽ 2 കുറച്ചാൽ എത്ര? 5 ൽ 2 കുറച്ചാൽ എത്ര?
5 ൽ നിന്ന് 2 കുറച്ചാൽ 3 ആണെന്ന് പറയണം. 18നെ 3 കൊണ്ട് ഹരിച്ചാൽ 6. അതായത് എക്സിന്റെ വില 6 ആണെന്ന് മനസ്സിലായി. എടാ എക്സിന്റെ വില 6 ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് 5x എന്ന് പറഞ്ഞാൽ 5 × 6 30 ആണെന്ന് പറയണം. മനസ്സിലായോ? 5x എന്ന് പറഞ്ഞാൽ 5 × 6 30. അതേപോലെ 1x എന്ന് പറഞ്ഞാൽ 1 × 6 6 ആണെന്ന് മനസ്സിലായി. അപ്പോൾ 9 വർഷം മുമ്പ് ആതിരയുടെ വയസ്സ് 30 ആണെന്ന് കണ്ണും പൂട്ടി പറഞ്ഞൂടെ? എടാ 9 വർഷം മുമ്പ് ആതിരയുടെ വയസ്സ് 30 ആണ്. 9 വർഷം മുമ്പ് അമ്മുവിന്റെ വയസ്സ് 6 ആണെന്ന് മനസ്സിലായി അല്ലേ? ചോദ്യകർത്താവ് ചോദിക്കുന്നത് ആതിരയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാ ചോദ്യം. 9 വർഷം മുമ്പ് ആതിരയ്ക്ക് 30 വയസ്സുണ്ടെങ്കിൽ ആതിരയുടെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറയുന്നത് 9 വർഷം മുമ്പ് 30 ആണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സെന്ന് പറയുന്നത് 30 9 കൂടെ കൂട്ടിയാൽ 39 സെറ്റ്. ഇത്ര ഉള്ളു പരിപാടി. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര പഠിപ്പിക്കുന്നുള്ളൂ, വേറെ ഒന്നും പഠിപ്പിക്കുന്നില്ല. കാരണം എന്താ? നമ്മൾ പതുക്കെ പതുക്കെ പോവാം. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക. ലോങ് വീഡിയോസ് അല്ലാതെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില ടോപ്പിക്കിലെ ചോദ്യങ്ങൾ അത് ഉറപ്പായിട്ട് നോക്കിക്കൊണ്ട് പോകേണ്ടത് ഇത്തരത്തിൽ നമ്മൾ വീഡിയോസ് ആയിട്ട് പോസ്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാ? ഇന്ന് നമ്മൾ ട്രെയിൻ അങ്ങ് സെറ്റാക്കി, വയസ്സും നമ്മൾ സെറ്റാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇത്തരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ മാത്രം, അതായത് പരീക്ഷയ്ക്ക് വരും എന്ന് 100% ഉറപ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷാ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ ബാച്ചുകൾ നമ്മൾ തുടങ്ങുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ മാത്രം പഠിപ്പിച്ചുകൊണ്ട് കട്ട് ഓഫിനേക്കാൾ നിശ്ചിത മാർക്ക് കൂടുതൽ വാങ്ങുന്ന രീതിയിൽ നിങ്ങളെ പ്രാപ്തപ്പെടുത്തി എടുക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ ഏറ്റവും പുതിയ CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷാ പ്രിപ്പറേഷൻ നമ്മൾ തുടങ്ങുകയാണ്. കൂടെ ചേർന്ന് നിന്നുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. മാത്സ്, ഇംഗ്ലീഷ്, GK വിഷയങ്ങളിലെ 30 മാർക്ക് വളരെ നിർണായകമാണ്. വലിയ പരിഗണന കൊടുത്തുകൊണ്ടാണ് നമ്മൾ അത്തരം വിഷയങ്ങൾക്ക് ഇവിടെ ക്ലാസ് പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റിനും അത്ര തന്നെ പ്രാധാന്യം, അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഉണ്ടെങ്കിൽ പോലും മാത്സ് അതേപോലെ തന്നെ ഇംഗ്ലീഷ്, GK വിഷയങ്ങൾക്ക് നല്ലൊരു പരിഗണന കൂടി നമ്മൾ തരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ സജഷൻസും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന ചില സബ് ടോപ്പിക്കുകൾ ഉണ്ടാവും, അതൊക്കെ ഒന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അത്തരം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.